പ്രിയപ്പെട്ടവരെ, ഭാവി കോട്ടയം എങ്ങനെയായിരിക്കണം? വികസനത്തെ സംബന്ധിച്ച് കോട്ടയത്തിൻ്റെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വികസന സന്ദേശ യാത്രയിൽ നമ്മൾ കണ്ടുമുട്ടിയപ്പോൾ വ്യത്യസ്ത അഭിപ്രായങ്ങൾ, പല അഭിപ്രായങ്ങൾ സുഹൃത്തുക്കളിൽ നിന്ന്, സഹോദരീ സഹോദരന്മാരിൽ നിന്ന്, സ്ഥാപന മേധാവികളിൽ നിന്ന്, നാനാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളിൽ നിന്ന് ലഭിക്കുകയുണ്ടായി. വ്യക്തിപരമായി സൗഹൃദം പങ്കിട്ട് അഭിപ്രായങ്ങൾ പറഞ്ഞവരുണ്ട്. കൂടിക്കാഴ്ചക്കിടയിൽ ആശയങ്ങൾ പങ്കുവയ്ക്കാൻ സന്മനസ് കാട്ടിയവരുണ്ട്. ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടാണ് LDFിൻ്റെ കോട്ടയം മണ്ഡലം വികസനത്തിൻ്റെ രൂപരേഖ ഒരു മാനിഫെസ്റ്റോ എന്ന നിലയ്ക്ക് പ്രസിദ്ധീകരിക്കുന്നത്. ഭാവിയിലുള്ള കോട്ടയം, ചെറുപ്പക്കാർക്ക് വേണ്ടിയുള്ള കോട്ടയം, സ്ത്രീ സൗഹൃദ കോട്ടയം, വയോജന സൗഹൃദ കോട്ടയം, കോട്ടയത്തിൻ്റെ വികസന സ്വപ്നങ്ങൾക്ക് ഒരിടമുട്ട് നടപ്പാക്കാൻ ഒരു സാധ്യതയുണ്ട്. ആ സാധ്യതയെ തേടിയുള്ള ഞങ്ങളുടെ യാത്ര ഇതാ സഫലമാകുന്നു. LDFിൻ്റെ പ്രകടന പത്രിക പുറത്തിറങ്ങുകയാണ്. നഗരനടുവിലെ ആകാശപാത പൊളിച്ചു കളയുമോ എന്നാണ് ഏറ്റവും കൂടുതൽ പേർ ഉയർത്തിയ ചോദ്യം. എന്തിനായിരുന്നു ആകാശപാത നിർമ്മിക്കാൻ ശ്രമിച്ചത് എന്നുള്ളതാണ് അതിൻ്റെ അന്വേഷണത്തിൽ നമ്മൾക്ക് ലഭിക്കേണ്ട ഉത്തരം. യഥാർത്ഥത്തിൽ കോട്ടയത്തിന് അടിയന്തരാവശ്യം ഒരു ബൈപ്പാസാണ്. MC റോഡ് 4 വരിപ്പാതയാക്കുന്നതിന് 5200 കോടി രൂപയുടെ പദ്ധതിയാണ് കേരള സർക്കാർ തയ്യാറാക്കിയത്. അതിൻ്റെ കോട്ടയത്തിന് ഇടം പിടിച്ചു വാങ്ങണ്ടേ? കോട്ടയം നഗരത്തിൽ ഇപ്പോൾ 2 വരിപ്പാതയാണ്. 2 വരിപ്പാത കൂടി ഒരു ബൈപ്പാസായി രൂപപ്പെട്ട് കഴിഞ്ഞാൽ MC റോഡ് 4 വരിപ്പാതയാകും. സ്വാഭാവികമായും കോട്ടയം നഗര നടുവിലെ തിരക്കൊഴിയും. ഇത് സാധ്യമാക്കുക കിബി എന്ന് പറയുന്ന ഏറ്റവും വികസനത്തിൻ്റെ തേര് തെളിക്കുന്ന മഹാത്ഭുതത്തെ കോട്ടയത്തിൻ്റെ വികസനത്തിന് ഉപയോഗിക്കുക. ഇതാണ് പ്രകടന പത്രികയിൽ ഏറ്റവും പ്രധാനമായി മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോഴാണ് ആശയങ്ങൾ പലതലങ്ങളിൽ വന്നത്. വാഹനം ഓടിക്കുന്നവർ, ഓട്ടോറിക്ഷ തൊഴിലാളികൾ, അവരൊക്കെ പറഞ്ഞു, ഞങ്ങളുടെ ജീവിതം ക്യൂവിൽ നരയിക്കുന്നു, എന്തു വേണം? റോഡ് ബ്ലോക്ക്. കളത്തിപ്പടി മുതൽ കഞ്ഞിക്കുഴി കവലയ്ക്ക് ഒരു ബൈപ്പാസ് വേണം, ചിങ്ങവനം മുതൽ മറ്റൊരു ബൈപ്പാസ്. അപ്പോഴാണ് മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ സംക്രാന്തിയിലൊരു ബൈപ്പാസ്. ഇതൊക്കെ ആളുകളുടെ ആവശ്യമാണ്. ഇത് സാധ്യമാക്കാനാകും പശ്ചാത്തല വികസന സൗകര്യത്തിൽ. ഇന്ന് കേരളം നേടുന്ന കുതിപ്പിനെ കോട്ടയത്തിൻ്റെ പുതിയ കുതിപ്പാക്കി മാറ്റാൻ കഴിയും എന്ന ആത്മവിശ്വാസമാണ് പ്രകടന പത്രികയിലൂടെ ഞങ്ങൾ ജനങ്ങളോട് സംവദിക്കുന്നത്, ജനങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത്. കോട്ടയത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കടുത്ത വെള്ളപ്പൊക്കമാണ്. മീനച്ചില, മീനന്തറയാർ, കൊടുൂരാർ, ആ നദികൾ ഐശ്വര്യമാണ്. ഐശ്വര്യസമ്പന്നമായ ആ നദിയോരങ്ങളിൽ കടുത്ത വെള്ളപ്പൊക്കം വരുമ്പോൾ ദുഃഖത്തിലാകുന്ന ജനങ്ങൾ. പരിഹാരമെന്ത്? മീനച്ചിലാർ, മീനന്തറയാർ, കൊടുൂരാർ പുനഃസംയോജന പദ്ധതിയുടെ ഒരു ജനകീയ കൂട്ടായ്മ 2017 മുതൽ കോട്ടയത്ത് പ്രവർത്തിക്കുന്നു. ഞങ്ങൾ കുറേ പ്രവർത്തനങ്ങൾ നടത്തി. 1650 കിലോമീറ്റർ തോടുകൾ തെളിച്ചെടുത്തു. തരിശു നിലങ്ങൾ കൃഷി കൊണ്ടുവന്നു. ജല ടൂറിസം പദ്ധതികൾ ആവിഷ്കരിച്ചു. ഇതിൻ്റെ എല്ലാം ഫലമായി വെള്ളപ്പൊക്കത്തെ ഒരു പരിധിവരെ നിയന്ത്രിക്കാനായിട്ടുണ്ട്. പൂർണ്ണ പരിഹാരം സാധ്യമാണോ? പ്രളയരഹിത കോട്ടയം ഒരു മുദ്രാവാക്യം മുന്നോട്ട് വെച്ചു. 5 കൊല്ലമായി പ്രവർത്തിക്കുന്നു. കുറേയേറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത്? ബാക്കി പഴുക്കാനില കായൽ തെളിക്കാൻ 103.72 കോടി രൂപയുടെ ടെൻഡർ അനുമതി കിട്ടിക്കഴിഞ്ഞു. ഒരു കമ്പനി അത് ഏറ്റെടുക്കുന്നു. പാരിസ്ഥിതിക അനുമതി ലഭിച്ചു കഴിഞ്ഞു. പഴുക്കാനില കായൽ തെളിച്ചു കഴിഞ്ഞാൽ കോട്ടയം നഗരത്തിൻ്റെ വെള്ളപ്പൊക്കം ഇല്ലാതാവും. മാത്രമല്ല, ഏറ്റവും വലിയ ജല ടൂറിസം കേന്ദ്രമായി പഴുക്കാനില കായൽ ഉൾക്കൊള്ളുന്ന മീനച്ചിലാറിൻ്റെ, കൊടുൂരാറിൻ്റെ വിവിധ ഭാഗങ്ങൾ ഉപയോഗിക്കാൻ കഴിയുന്ന സാഹചര്യം വരികയാണ്. ഇതിലേക്കാണ് ഇനി കോട്ടയം നീങ്ങാൻ പോകുന്നത്. മലരിക്കൽ ആമ്പൽ വസന്തം എന്ന് കേട്ടിട്ടുണ്ടോ? അത് കോട്ടയത്ത് തിരുവാർ പഞ്ചായത്തിൽ മലരിക്കൽ എന്ന ഗ്രാമത്തിൽ മീനച്ചിലാർ, മീനന്തറയാർ, കൊടുൂരാർ പുനഃസംയോജന പദ്ധതി ആവിഷ്കരിച്ച ഒരു ജനകീയ കൂട്ടായ്മയുടെ ഉൽപ്പന്നമാണ്. ലോക ടൂറിസം ഭൂപടത്തിലേക്ക് അത് കടന്നു കയറുന്നു. 250ഓളം വള്ളങ്ങൾ അവിടെ പ്രവർത്തിക്കുന്നു. 100 ദിവസക്കാലം അവർക്ക് നല്ല വരുമാനമുണ്ട്. നമുക്ക് ആ വള്ളങ്ങളെ കോട്ടയത്തിൻ്റെ ജലപാതകളിലേക്ക് കൊണ്ടുവന്നാലോ? താഴത്തങ്ങാടിയിൽ, കൊടുൂരാറ്റിൽ, കോട്ടയം നഗരത്തിലെ മാടുകളിലൊക്കെ എത്തുന്ന ആളുകൾക്ക് ഒരു 3 മണിക്കൂർ ടൂറിസം സൗകര്യം, ജലയാത്രാ സൗകര്യം ഏർപ്പെടുത്തിയാലോ? എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ആളുകൾക്ക് വരുമാന വർധന ഉണ്ടാക്കുന്ന ആ പദ്ധതി കോട്ടയത്തെ മാറ്റി തീർക്കും, നമ്മുടെ പുഴകളെ നിലനിർത്താൻ. മാത്രമല്ല, കോട്ടയത്തിന് മറ്റൊരു പ്രധാനപ്പെട്ട സാധ്യതയുണ്ട്. അച്ചടിയുടെ, അക്ഷരത്തിൻ്റെ സംസ്കാരമുള്ള മണ്ണല്ലേ. നമുക്ക് മഹാപൈതൃകങ്ങളുള്ള ഈ നാട്ടിൽ താഴത്തങ്ങാടി ജുമാ മസ്ജിദുണ്ട്, ചെറിയ പള്ളിയുണ്ട്. ആഗോള തീർത്ഥാടന കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുന്ന, ഇപ്പോൾ നാഗമ്പടത്ത് പ്രവർത്തിക്കുന്ന
മഹാദേവ ക്ഷേത്രമുണ്ട്. വർക്കലയിലേക്ക് ഗുരുദേവൻ യാത്രാനുമതി നൽകിയിട്ടുള്ള തീർത്ഥാടന അനുമതി നൽകിയിട്ടുള്ള ഇടം. ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർക്കാം. കോട്ടയത്ത് അക്ഷര മ്യൂസിയമുണ്ട്. അക്ഷര നഗരമായ കോട്ടയത്തിൻ്റെ ഓരത്ത് പനച്ചിക്കാട് ദേവീക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരു അക്ഷര ഗ്രാമം പദ്ധതി കൂടി വന്നാലോ? 1.25 ലക്ഷം ലിപികൾ അവർ സമാഹരിച്ചു കഴിഞ്ഞു. അവിടെ അക്ഷരം ടവർ ഉണ്ടാക്കാൻ ഉള്ള പ്രവർത്തനത്തിലാണ് ക്ഷേത്ര കമ്മിറ്റി. അവരോട് സഹകരിക്കാം. അങ്ങനെ ഒരു അക്ഷര മ്യൂസിയവും അക്ഷര ഗ്രാമം പദ്ധതിയും കൂടി ചേർന്ന് ഒരു ടൂറിസം സർക്യൂട്ടായാലോ? അപ്പോൾ പള്ളിപ്പുറത്തുകാവിലെത്തുമ്പോഴാണ് കൊട്ടാരത്തിൽ ശങ്കുണ്ഠിയുടെ ഐതിഹ്യമല, ഒരു ഐതിഹ്യ ടൂറിസം പദ്ധതി. കേരളത്തിൽ എണ്ണിയാൽ തീരാത്ത ഐതിഹ്യ കഥകളുണ്ട്. ഇത് ആളുകളുമായി സംവദിക്കുന്ന ഒരു രസകരമായ വിനോദ ഇടം. ഇതൊക്കെ തന്നെ നമ്മുടെ സ്വപ്നങ്ങളാണ്. യാഥാർത്ഥ്യമാക്കാനാവും കൂട്ടായൊരു പരിശ്രമത്തിൽ. മീനച്ചിലാർ, മീനന്തരയാർ, കൊടുൂരാറിൻ്റെ എല്ലാ ശാഖകളെയും ജല ടൂറിസവുമായും ഇത്തരം പദ്ധതികളുമായി ബന്ധപ്പെടുത്തുക എന്നതാണ് സമഗ്രമായ ഒരു ടൂറിസം നയം. അത് സാധ്യമാണ്. കോട്ടയത്തൊരു തുറമുഖം, ഇത് കേട്ടപ്പോൾ തന്നെ അത് വിജയകരമാണോ ചിന്തിച്ചവരുണ്ട്. വിഴിഞ്ഞം വന്നതോടുകൂടി, കസ്റ്റംസ് ക്ലിയറൻസ് കിട്ടിയതോടുകൂടി കോട്ടയത്തെ തുറമുഖം അനന്ത സാധ്യതകളായി. നമ്മുടെ പഴുക്കാനിലക്കായൽ തെളിച്ചാൽ ഏറ്റവും ഗുണഭോക്താവാകുന്നത് കോട്ടയം തുറമുഖമാണ്. കോട്ടയം തുറമുഖം കേന്ദ്രമാക്കി ഒരു ലോജിസ്റ്റിക് ഹബ്ബ് ഉണ്ടാക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് അവർ സന്നദ്ധരാണ്. നമ്മുടെ പിന്തുണ മതി. LDF സർക്കാരിൻ്റെ രീതി എന്താണ്? വ്യാപാരികൾ, വ്യവസായികൾ, ഇവിടെ ഉപജീവനം നടത്താൻ വേണ്ടി സംരംഭകരായി കടന്നു വരുന്ന അവർക്ക് പിന്തുണ നൽകാം. ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകളുണ്ട്, അവയെ നവീകരിക്കാം. ചെറുകിട സൂക്ഷ്മ ഇടത്തരം സംരംഭങ്ങളുണ്ട്, അവരെ കൂട്ടിച്ചേർത്ത് നിർത്താം. അവരെല്ലാം ഉൾക്കൊള്ളുന്ന, അവർക്ക് പ്രോത്സാഹനം നൽകുന്ന വിവിധ പദ്ധതികളുടെ ഇടമായി കോട്ടയത്തെ മാറ്റാൻ കഴിയും എന്ന പ്രത്യാശയാണ് ഞങ്ങൾക്കുള്ളത്. കോട്ടയത്തെ ചെറുപ്പക്കാർക്ക് IT സ്വപ്നങ്ങളില്ലേ? അവർ നാട് കടന്നു പോകണോ? ഇപ്പോൾ കളമശ്ശേരി വരെ എത്തി, തൃപ്പൂണിത്തുറ വരെ നമുക്ക് അതിൻ്റെ എക്സ്റ്റൻഷൻ കിട്ടുന്നുണ്ട്. കൊട്ടാരക്കര വരെ എത്തി, ടെക്നോ പാർക്കും അതുപോലെ തന്നെ മറ്റ് സംരംഭങ്ങളുടെയും വികസനം. അത് കോട്ടയത്തേക്ക് ബ്രിഡ്ജ് ചെയ്ത് കോട്ടയത്തെ അതിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്താനോ? ട്രാവൻകൂർ സിമൻസിൻ്റെ സ്ഥലം കിടപ്പുണ്ട്. ആ കമ്പനിയുമായി സഹകരിച്ച് തന്നെ IT പാർക്കുകൾ നമുക്ക് ആരംഭിക്കാൻ കഴിയും. നൂതന സാങ്കേതിക വിദ്യകളിലൂടെ നൈപുണ്യ വികസനത്തിൻ്റെ ഇടങ്ങൾ, ചെറുപ്പക്കാർക്ക് സൂക്ഷ്മ സംരംഭങ്ങൾ ആരംഭിക്കാൻ വേണ്ടി പൊതുവിടങ്ങൾ, പൊതു തൊഴിലിടങ്ങൾ തുടങ്ങി നാനാ ആശയങ്ങളാണ് സംവാദങ്ങളിൽ ആളുകൾ ഉയർത്തിക്കൊണ്ടുവന്നത്. ചെറുപ്പക്കാരുടെ സ്വപ്നങ്ങൾക്ക് അവിടെ ഇടമുണ്ട്. നമ്മുടെ നെഹ്റു സ്റ്റേഡിയം പൊളിച്ചു പണിയണ്ടേ, നവീകരിക്കണ്ടേ? ഇൻഡോർ സ്റ്റേഡിയത്തെ മെച്ചപ്പെടുത്തണ്ടേ? നമ്മുടെ ജിമ്മുകൾ പ്രവർത്തിക്കുന്ന ധാരാളം സംവിധാനങ്ങൾ സ്വകാര്യമായിട്ടാണ് പ്രവർത്തിക്കുന്നു. നമുക്കൊരു വെൽനസ് റെവല്യൂഷനിലേക്ക് കടക്കാം. കുട്ടികൾ മുതൽ മുതിർന്ന പൗരന്മാർ വരെ ആരോഗ്യത്തോടെ ജീവിക്കുന്ന ഒരു കേരളം. അതിൽ മുതിർന്ന പൗരന്മാർക്ക് കൂടുതൽ ഇടമുള്ള, അവരുടെ ആരോഗ്യ പരിരക്ഷയ്ക്ക് കൂടുതൽ താല്പര്യം കൊടുക്കുന്നൊരിടം. കുട്ടികൾ മുതൽ എല്ലാവരും ആരോഗ്യ പരിരക്ഷയിൽ ശ്രദ്ധിക്കുന്നു. ഇത്തരത്തിലേക്ക് പശ്ചാത്തല സൗകര്യ വികസനം കോട്ടയത്തിൻ്റെ സ്വപ്നമാണ്. അത് ധാരാളം ആളുകൾ പങ്കിട്ടെടുത്തു. ആ പങ്കിട്ട സ്വപ്നങ്ങൾക്ക് നമ്മുടെ മാനിഫെസ്റ്റോയിൽ ഇടമുണ്ട്. സാംസ്കാരിക നഗരം കൂടിയാണ് കോട്ടയം. അച്ചുകൂടങ്ങളുടെ ഇടം, പത്രമാധ്യമങ്ങളുടെ ഇടം, മഹാസാഹിത്യകാരന്മാർ ജീവിച്ചിരുന്ന ഇടം. ഇത്തരമൊരിടത്ത് ഒരു സാംസ്കാരിക പരിസരത്തിൻ്റെ വികാസം വേണ്ടേ? നമ്മുടെ കോട്ടയം പബ്ലിക് ലൈബ്രറിയിലെ അക്ഷരശില്പത്തിന് ആളുകൾ വന്നു കണ്ട് അതിനെക്കുറിച്ച് അറിഞ്ഞ് പഠിച്ച് ഒരു ഉണർവും ഉയർച്ചയും ഉണ്ടാക്കണ്ടേ? ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് നമുക്കൊരു സാംസ്കാരിക മണ്ഡലം ഉണ്ടാക്കാം. ആളുകളുടെ സന്തോഷത്തിൻ്റെ ഇടം, ആളുകൾ കൂട്ടായി ചേർന്ന് തങ്ങളുടെ ജീവിതത്തിൻ്റെ ചില ഭാഗങ്ങൾ പങ്കിടുന്നൊരു പൊതുവിടം, ഇതൊക്കെ വികസിപ്പിക്കാൻ കഴിയുന്ന നൂതനമായ ഇടങ്ങൾ ഉണ്ടാക്കാം. കലാ കായികം എന്ന് പറയുന്നത് രണ്ടായി നിൽക്കേണ്ടതല്ല. നെഹ്റു സ്റ്റേഡിയം അടക്കം ഇത്തരം വേദികളാകെ സാംസ്കാരിക ഉത്സവങ്ങളുടെ കൂടി ഭാഗമാക്കി എങ്ങനെ മാറ്റാനാകും? അവിടുത്തെ കായിക മാമാങ്ങൾക്ക് തടസ്സം വരുത്താതെ ഇത് നമ്മുടെ ചിന്തകളുടെ ഭാഗമാക്കണം. കുടിവെള്ളം എല്ലാ വീടുകളിലും എത്തേണ്ടതുണ്ട്. സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി അത് നേരിടുന്ന 2 പ്രതിസന്ധികളാണ്. നമ്മുടെ പുഴയിലെ വെള്ളം മലിനമായാൽ എങ്ങനെ കുടിവെള്ളം ശുദ്ധമാകും? മീനച്ചിലാർ, മീനന്തരയാർ, കൊടുൂരാർ പദ്ധതിയിലൂടെ പുഴകൾ കുറേയേറെ വൃത്തിയായിട്ടുണ്ട്. 100% പുഴകളെ വൃത്തിയാക്കണമെങ്കിലോ പുഴയിലേക്ക് എത്തുന്ന എല്ലാ മാലിന്യങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കണം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ് കൃത്യമായ ഒരു വിതരണ സംവിധാനം. അതിന് ഇപ്പോഴുള്ള എല്ലാ കുറവുകളും പരിഹരിക്കാനും കൂടുതൽ പദ്ധതികളിലൂടെ അത് പൂർത്തിയാക്കാനും ശ്രമിക്കുക എന്നത് പ്രധാനമാണ്. നാട്ടകം കുടിവെള്ള പദ്ധതി അടിയന്തരമായി പൂർത്തിയാക്കാൻ കിബി വഴി 12 കോടി രൂപ അധികം കൂടി അനുവദിച്ചു. മുമ്പുണ്ടായിരുന്ന 50 കോടിയിൽ നിന്ന് വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഇനിയും എന്താണോ നമ്മുടെ നാടുമായി ബന്ധപ്പെട്ട് വേണ്ടത്? പൂവന്തുരുത്ത് ഭാഗത്ത് നല്ലതായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട
പ്രശ്നമായി അവിടുത്തെ ആളുകൾ അവതരിപ്പിച്ചത് കുടിവെള്ള പ്രശ്നമാണ്. പടച്ചക്കാട് പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ കുടിവെള്ള പ്രശ്നമുണ്ട്. കുമാരനെല്ലൂരിൽ ചെന്ന് കഴിഞ്ഞാൽ ഉയർന്ന മേഖലകളിൽ കുടിവെള്ള പ്രശ്നം രൂക്ഷമാണ്. ഇവയ്ക്ക് പരിഹാരം കാണാനുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തും. ആരോഗ്യ മേഖലയ്ക്ക് അഭിമാനമായി വിവിധ സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് മണ്ഡലത്തോട് ചേർന്നല്ലെങ്കിലും ദന്തൽ കോളേജ് മണ്ഡലത്തിലാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ എല്ലാ സൗകര്യങ്ങളെയും ടാപ്പ് ചെയ്യുക, അത് നേടിയെടുക്കുക നമ്മുടെ പ്രധാനമാണ്. സമാന്തരമായി കോട്ടയം ജില്ലാ ആശുപത്രി, മുമ്പത് കോട്ടയത്തെ മെഡിക്കൽ കോളേജായിരുന്നു. പുതിയ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയാൽ അതിനെ അടുത്ത ഘട്ടത്തിലേക്ക് ഉയർത്താൻ നമുക്ക് സാധിക്കും. എന്താണ് ചെയ്യാൻ പറ്റുക? ഒരു ജനറൽ ആശുപത്രി ഏറ്റവും ഉയർന്ന നിലയ്ക്ക് എല്ലാ ചികിത്സകളും ലഭ്യമാക്കുന്നൊരിടം. കിബി 219 കോടി രൂപ മുടക്കി 10 നില കെട്ടിടം. അത് മണ്ണെടുപ്പിൻ്റെ പേരിലൊക്കെ തർക്കമുണ്ടാക്കി മുടക്കിയിരുന്നു. ഇപ്പം അത് പാളത്തിൽ കയറി 2 നില പണിത് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. വളരെ വേഗം 14 ഓപ്പറേഷൻ തിയേറ്ററോടുകൂടി അത് തുറന്നു കൊടുക്കാനാകും. ഈ വർഷം തന്നെ അവസാനം അത് സാധ്യമാക്കാനാകും. ഇതുപോലെ നമ്മുടെ ആയുർവേദ ആശുപത്രിയുണ്ട്, കോട്ടയത്ത് ഹോമിയോ ആശുപത്രിയുണ്ട്. ഈ സൗകര്യങ്ങളെയെല്ലാം വിപുലപ്പെടുത്തിയെടുക്കുക, മറ്റ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ ശക്തിപ്പെടുത്തുക എന്നതാണ് സർക്കാർ നയം. പൊതു ആശുപത്രികൾ മാത്രമല്ല, ധാരാളം പേരുകേട്ട സ്വകാര്യ ആശുപത്രികൾ ഇവിടെയുണ്ട്. അവയുടെ സംരക്ഷണത്തിനും നിലനിൽപ്പിനും ഭരണപരമായ പിന്തുണ നൽകുക, അതും ജനപ്രതിനിധികളുടെ കടമയാണ്. ആ കടമ നിർവഹിക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. കോട്ടയത്തെ അഭിഭാഷകരുടെ ദീർഘകാലമായ സ്വപ്നമാണ് കോട്ടയം കോർട്ട് കോംപ്ലക്സ്. വക്കീലന്മാർക്ക് വേണ്ടി മാത്രമല്ല, ജഡ്ജിമാർക്ക് വേണ്ടി മാത്രമല്ല, കക്ഷികൾ, അവിടെ എത്തുന്ന ആളുകൾ, അവർക്ക് ഏറ്റവും ആശ്വാസപ്രദമായി അവിടെ എത്തി ആ കേസുകളിൽ അവരുടെ ഭാഗം അവതരിപ്പിച്ച് തിരിച്ചു പോകണമെങ്കിൽ നല്ല ഇടം വേണം. കോട്ടയം കോർട്ട് കോംപ്ലക്സ് യാഥാർത്ഥ്യമാക്കാൻ എല്ലാ പരിശ്രമങ്ങളും നടത്തും. അതോടൊപ്പം തന്നെ കോട്ടയം റവന്യൂ ടവർ, ഇപ്പോഴത്തെ താലൂക്ക് ഓഫീസ്, RD ഓഫീസൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ 2ാം ഘട്ട നിർമ്മാണം പൂർത്തീകരിക്കാൻ ആവശ്യമായ പിന്തുണ നൽകുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മഹത്തായ ഉന്നത വിദ്യാഭ്യാസ പാരമ്പര്യമുള്ള ഒരു സ്ഥലമാണ് കോട്ടയം. കോട്ടയം CMS കോളേജ്. ഞാൻ അവിടെ ഒരു വിദ്യാർത്ഥിയായിരുന്നു. എത്രയോ വിദ്യാർത്ഥികളുടെ കണ്ണു തെളിയിച്ച ഒരിടം. കോട്ടയത്തെ ബസേലിയസ് കോളേജ്, ഏറ്റവും ഉയർന്ന നിലവാരത്തിലെത്തിയ BCM കോളേജ് ഉൾപ്പെടെ ഈ കോളേജുകൾ 3ഉം മികവാർന്ന നേട്ടങ്ങളോടെ നിൽക്കുമ്പോഴാണ് നാട്ടകത്തെ ഗവൺമെൻറ് കോളേജ്. മുമ്പ് അതൊരു പിന്നോക്കാവസ്ഥയിലായിരുന്നെങ്കിൽ ഇപ്പോൾ ഏറ്റവും ഉന്നതമായ നിലയിലേക്ക് ആ കോളേജ് വന്നിരിക്കുന്നു. ഏറ്റവും ഉയർന്ന പഠന ശേഷിയുള്ള വിദ്യാർത്ഥികൾ എത്തുന്നൊരിടം. കിബി പണം മുടക്കി ഒരു 50 കോടിയോളം രൂപ വിവിധ പ്രവർത്തനങ്ങൾക്കായി ചെലവഴിച്ചതിൻ്റെ ഭാഗമായി നാട്ടകത്തെ ഗവൺമെൻറ് കോളേജിന് പുതിയ മുഖം വന്നിരിക്കുന്നു. തൊട്ടടുത്തൊരു പോളിടെക്നിക് ഉണ്ട്, ഗവൺമെൻറ് പോളിടെക്നിക്. ഈ സ്ഥാപനങ്ങളെല്ലാം ഉയർത്തിയെടുക്കുക, അതിൻ്റെ മികവാർന്ന പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോവുക. ഇതേപോലുള്ള സഹോദര സ്ഥാപനങ്ങളുണ്ട്, അവയെല്ലാം ശക്തിപ്പെടുത്തുക. പൊതുവിദ്യാഭ്യാസത്തിൻ്റെ എല്ലാ മേഖലകളെയും മൂലപ്പെടുത്തുക. എയ്ഡഡ് സ്കൂളുകളെ അതേ നിലവാരത്തോടുകൂടി ശക്തിപ്പെടുത്തുക. ഇതെല്ലാം കോട്ടയം മണ്ഡലത്തിൽ സാധ്യമാക്കാനാകും. അതിനുള്ള എല്ലാ പിന്തുണയും നൽകുക എന്നതാണ് പ്രകടന പത്രിക ലക്ഷ്യമിടുന്നത്. സ്മാർട്ട് അംഗനവാടികൾ എന്നത് നമ്മുടെ സ്വപ്നമാണ്, യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിട്ടില്ല. അംഗനവാടികൾ പ്രവർത്തിക്കുന്നു, കുട്ടികൾ പൊതുവിൽ സന്തുഷ്ടരാണ്. നല്ല നിലയിൽ ജോലിയെടുക്കുന്ന ആളുകളാണ്, ജീവനക്കാരാണ് അംഗനവാടിയിലെ വർക്കർമാരും അവിടെ ടീച്ചർമാരുമായിട്ടുള്ളത്. അവരെ എല്ലാം ചേർത്ത് പിടിച്ച് അടിസ്ഥാന സൗകര്യങ്ങളെ വികസിപ്പിക്കുന്ന ഒരു പദ്ധതി നമുക്ക് ആവിഷ്കരിക്കേണ്ടതുണ്ട്. അങ്ങനെ അംഗനവാടിയിൽ നമ്മൾ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ ഏറ്റവും അഭിമാനമുള്ള പശ്ചാത്തല സൗകര്യത്തിൽ ശ്രദ്ധിക്കുന്ന കുട്ടികളാക്കി മാറ്റുക എന്നുള്ളതാണ്. നമുക്കത് സാധിക്കാം. ഒരു വയോജന സൗഹൃദ കോട്ടയം ഉണ്ടാക്കുന്നത് എങ്ങനെ? അതിന് പറ്റുന്ന ഇടങ്ങൾ, എല്ലാവർക്കും ഒത്തുകൂടാവുന്ന ഇടങ്ങൾ വികസിപ്പിക്കുന്നത് എങ്ങനെ? നമ്മുടെ പൊതു ഇടങ്ങളെയെല്ലാം അങ്ങനെ മാറ്റുന്നതിനോടൊപ്പം തന്നെ ഭിന്നശേഷി സാധ്യതകളുള്ള, ഭിന്നശേഷിയുള്ള ആളുകളെ ചേർത്ത് നിർത്തുക. മാനസികവും ശാരീരികവുമായ വെല്ലുവിളി നേരിടുന്നവരോട് ആർദ്രതയോടെ ഇടപെട്ട് അവരെ ചേർത്ത് നിർത്താൻ കഴിയുന്ന ഒരു നയം എല്ലാ മേഖലകളിലും ആവിഷ്കരിക്കുക. ഇത് കോട്ടയം മണ്ഡലത്തിൽ LDFന്റെ വികസന പത്രികയുടെ പ്രധാനപ്പെട്ട ചേർത്തു നിർത്തലിൻ്റെ, ഇൻക്ലൂഷൻ്റെ ഒരു തലമാണ്. അത് ശ്രദ്ധിക്കുമെന്ന കാര്യം അഭിമാനത്തോടെ നമുക്ക് പറയാം. വടവാതൂർ ഡംപിംഗ് യാർഡ് കോട്ടയത്തിൻ്റെ പേടിപ്പിക്കുന്ന ഓർമ്മയാണ്. ഇതേപോലെ തന്നെ നഗരത്തിൽ പലയിടത്തും മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി കിടക്കുന്നു. ഉറവിട മാലിന്യ സംസ്കരണത്തിൽ കോട്ടയത്ത് തികഞ്ഞ പരാജയമാണ് എന്ന അഭിപ്രായം ജനങ്ങൾക്കുണ്ട്. മാലിന്യം നിറഞ്ഞ കുറേയേറെ ജലാശയങ്ങളും കോട്ടയത്തുണ്ട്. ഇതിനെ എങ്ങനെ നവീകരിച്ചെടുക്കാം, ഇതിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, ഇത്തരത്തിലുള്ള ചിന്തകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഉറവിട മാലിന്യ സംസ്കരണത്തിൽ ഊന്നിക്കൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനാകുമെന്ന് മാത്രമല്ല,
കക്കൂസ് മാലിന്യം സംസ്കരിക്കുന്നതിനാവശ്യമായ പ്രധാനപ്പെട്ട ഇടപെടലുകൾ തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് നടത്താനാകും. അതിനുള്ള പ്രവർത്തനങ്ങൾ മുൻകൈ എടുക്കും എന്ന് പറയാൻ കഴിയും. തൊഴിലാളി സൗഹൃദ ഇടമായി നമ്മുടെ നഗരത്തെ എങ്ങനെ മാറ്റാം, മണ്ഡലത്തെ എങ്ങനെ മാറ്റാം? അധ്വാനിക്കുന്ന മനുഷ്യരാണ് ഈ നാട് നിർമ്മിക്കുന്നത്. അവർക്ക് പൊതുവിടങ്ങളിലൂടെ, അവർക്ക് വിശ്രമയിടങ്ങളിലൂടെ, അവരെ ചേർത്ത് നിർത്തുന്ന നയങ്ങളിലൂടെ നമുക്ക് കോട്ടയത്ത് എല്ലാ വിഭാഗം ആളുകളെയും ചേർത്ത് നിർത്തി തൊഴിലാളി ക്ഷേമം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതിനാവശ്യമായ പ്രവർത്തനങ്ങൾക്ക് ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് മുൻകൈയെടുക്കുക, അത് സാധ്യമാക്കുക എന്നത് പ്രതിബദ്ധതയുള്ള ഒരു രാഷ്ട്രീയ ജീവിതത്തിൻ്റെ കൂടി ഭാഗമാണ്. അത് LDFിൻ്റെ പ്രകടന പത്രിക മുൻഗണനാക്രമത്തിൽ തന്നെ ശ്രദ്ധിക്കുന്നതാണ്. കുടുംബശ്രീകൾ പിരിച്ചുവിടണോ? ആർക്കാണ് ഛേദം കുടുംബശ്രീ പ്രവർത്തിക്കുന്നത് കൊണ്ട്? കുടുംബശ്രീകളെ പിരിച്ചുവിടുമെന്ന് പറയാൻ മടിയില്ലാത്ത ഒരു രാഷ്ട്രീയമുണ്ട്. അതാണ് UDFിൻ്റെ രാഷ്ട്രീയം. ഇടതുപക്ഷമാകട്ടെ, ഇന്ന് കേരളത്തിലെ സ്ത്രീ പദവി ഉയർത്തിയത് കുടുംബശ്രീകളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചതിൽ ഒരു ഘടകം. കാരണം എന്താണ്? സ്ത്രീ പദവി ഏറ്റവും താഴ്ന്ന ജനവിഭാഗങ്ങളിൽ, ജീവിത നിലവാരത്തിൽ താഴ്ന്ന ജനവിഭാഗങ്ങളിൽ കുടുംബശ്രീ വരുത്തിയ മാറ്റം തുല്യതയുടെ പുതിയ ബോധമാണ്. ഇതിൻ്റെ ഭാഗമായി നമ്മുടെ പുതിയ തലമുറ, പുതിയ കുട്ടികൾ സ്ത്രീ പുരുഷ സമത്വത്തിൻ്റെ സങ്കല്പങ്ങളുമായി, അതിൻ്റെ യാഥാർത്ഥ്യങ്ങളുമായി ഉയർന്നു വരുന്നൊരു പുതിയ തലമുറയാണ്. നമ്മുടെ കുടുംബശ്രീകളെ ഇന്നുള്ള രീതിയിൽ നിന്നും വരുമാന വർധനവിലേക്ക് എങ്ങനെ മാറ്റാൻ കഴിയും? വരുമാന വർധനവിന് ഏത് സംവിധാനം ഉണ്ടാക്കാൻ കഴിയും? ഇത്തരത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോം കോട്ടയത്ത് ഉണ്ടാക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ എഴുതി പ്രസിദ്ധീകരിച്ചത് അപൂർണമാണ്. നിരവധി ചിന്തകൾ ബാക്കി, നിരവധി നിർദ്ദേശങ്ങൾ ബാക്കി. അവയൊക്കെ ഈ മണ്ഡലത്തിലെ എല്ലാ വിഭാഗം ആളുകളുമായി സംവദിച്ച് അവരെ ഉൾച്ചേർത്ത് കൂട്ടിച്ചേർത്ത് ആ ചിന്തകളുടെ പ്രകാശമായി നമ്മുടെ ഭാവി പ്രവർത്തനങ്ങളെ കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് നാട്ടിലെ ജനങ്ങളുമായി ഇടപെടുമ്പോൾ നിശ്ചയമായും അവരെ കേൾക്കുക, അവരോടൊപ്പം നിൽക്കുക, അവരുടെ വികാര വിചാരങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുക ഒരു പ്രാഥമിക ചുമതലയാണ്. ആ ചുമതല നിർവഹിച്ചുകൊണ്ട് 48 കൊല്ലമായി രാഷ്ട്രീയ ജീവിതത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇന്ന് ഈ കോട്ടയത്തെ എങ്ങനെ വികസിപ്പിക്കണമെന്ന കോട്ടയം ജനതയുടെ സ്വപ്നങ്ങളെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ സന്നദ്ധനാണ്. ഇന്ന് കേരളത്തിലെ LDF സർക്കാരിന് തുടർ ഭരണ സാധ്യത തെളിഞ്ഞിരിക്കുന്നു. കിബി അവിടെ ഉള്ളപ്പോൾ കിബി ഉപയോഗപ്പെടുത്താൻ കോട്ടയത്തിൻ്റെ അവസരം വേണ്ടേ? വികസനത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ വളരെ പ്രാധാന്യമുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എനിക്ക് ചുറ്റികരിവാൾ നക്ഷത്രം അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി ബാലറ്റ് പേപ്പറിൽ എൻ്റെ പേരും ചിഹ്നവും ഒന്നാമത്തതാണ്, ഏറ്റവും മുകളിലെത്തതാണ്. ഒന്നാമനായി വിജയിക്കാൻ ആവശ്യമായ പിന്തുണ എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണം. വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിക്കണമെന്ന് സവിനയം എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. നന്ദി.